السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നൂറ്റി ഒമ്പതാമത്തെ ആയത്ത് ഇന്നലെ പൂർത്തിയാക്കുകയുണ്ടായി. 110ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. وأقيموا الصلاة നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. وآتوا الزكاة സകാത്ത് കൊടുക്കുകയും ചെയ്യുക. വമാ തുഖദ്ദിമു നിങ്ങൾ എന്ത് മുൻകൂട്ടി ചെയ്തുവോ ലി അൻഫുസിക്കും നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി മിൻ ഖൈറിൻ നന്മയായി അല്ലെങ്കിൽ നന്മയിൽ നിന്ന് തജിദൂഹു നിങ്ങൾ അത് കണ്ടെത്തും ഇൻദല്ലാഹി അല്ലാഹുവിന്റെ അടുക്കൽ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ബസീറുൻ കണ്ടറിയുന്നവനാണ്. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങൾക്കു വേണ്ടി നന്മയായി ഏതൊന്ന് മുൻകൂട്ടി ചെയ്യുന്നതെന്തും അത് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു.
കഴിഞ്ഞ ആയത്തിൽ വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് ഫഅഫു വസ്ഫഹു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആയത്ത് അവിശ്വാസികളായ അല്ലെങ്കിൽ വേദക്കാരായ ആളുകൾ വിശ്വാസികൾ വീണ്ടും അവിശ്വാസത്തിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അത് അവരുടെ അസൂയ നിമിത്തമാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുക, അവരെ അവഗണിക്കുക, അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഫഅഖീമുസ്സലാത്ത വആതുസ് സകാത്ത് വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ എന്ന ഈ ആയത്ത്. വിശ്വാസികൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഗൗനിക്കാതെ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് അതിൻ്റെതായ രൂപത്തിൽ കൊടുത്ത് വീട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ അവൻ അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അള്ളാഹുവിങ്കിൽ അതിനെ കണ്ടെത്താൻ സാധിക്കും. കാരണം എല്ലാം കാണുന്നവൻ അള്ളാഹുവാണ്. ഇന്നല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു. അപ്പൊ ഇവിടെ വഅഖീമുസ്സലാത്ത ഇതിന്റെ പാരായണ നിയമം ഒന്ന് ശ്രദ്ധിക്കുക. വഅഖീമുസ്സലാത്ത വആതുസ്സകാത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. വഅഖീമുസ്സലാത്ത വഅഖീമു ഖാഫ് وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم ولا تقدموا أديم نتندا وما وريه نتندا وما تقدموا لأنفسكم സുക്കൂന നൂന് ശേഷം ഫ എന്ന അക്ഷരം വന്നതുകൊണ്ട് ഇഖ്ഫാഇന്റെ നിയമമാണ് ലിഅൻഫുസികും മിൻ. അവിടെ സുക്കൂന അവിടെ അൻഫുസികും സുക്കൂന മീമിന് ശേഷം മീമാണ്. അപ്പോൾ ലിഅൻഫുസികും മിൻ ഖൈരിൻ വീണ്ടും മിൻ ഖൈരിൻ നൂനിന് ശേഷം സുക്കൂന നൂന് ശേഷം ഖ ഇബ്ഹാർ അതായത് നൂനിനെ വ്യക്തമാക്കി ഓതാം. മിൻ ഖൈരിൻ തജിദൂഹു വീണ്ടും ഖൈരിൻ തൻവീനു ശേഷം ത ആണ് അവിടെ മറച്ച് മണിച്ചോതാം. മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് വീണ്ടും ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. അവിടെ ഇൻദല്ലാഹ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ നീട്ടി വഖഫ് ചെയ്യുക. അതുപോലെ ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ സ്വാദാണ് ബസീർ. അത് വഖഫ് ചെയ്യുമ്പോൾ നീട്ടി വഖഫ് ചെയ്യുകയും റാഇനെ തർക്കീക്കാക്കിക്കൊണ്ട് ഓതുകയും ചെയ്യുക. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. وأقيموا الصلاة ഇവിടെ വാവ് വഅഖീമു മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇസ്തിനാഫിന്റെ വാവാണ്. അതായത്
വഅഖീമു, അത് തൊട്ടുമുമ്പുള്ള ആയത്തിൽ ഫഅഫു വസ്ഫഹു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ മാപ്പാക്കുക, തിരിഞ്ഞു കളയുക, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരുന്നത് വരെ നിങ്ങൾ മാപ്പാക്കുക, നിങ്ങൾ തിരിഞ്ഞു കളയുക. എന്നിട്ട് വഅഖീമു, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ആതിഫിന്റെ വാവായിട്ടും പരിഗണിക്കപ്പെടുന്നുണ്ട്. രണ്ട് രൂപത്തിലും ആ വാവ് പരിഗണിക്കപ്പെടും. വാവ് ആതിഫാണ്, അല്ലെങ്കിൽ ഇസ്തിനാഫിന്റെ മറ്റൊരു ആയത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞു തുടങ്ങുന്ന വാവാണ്. ഈ രണ്ട് രൂപത്തിലും അത് പരിഗണിക്കപ്പെടും. വഅഖീമു, നിങ്ങൾ നിലനിർത്തുക. ഖാമ യഖൂമു, അതിൽ നിന്ന് അതിന്റെ അഫ്അൽ വസ്നിൽ ഉണ്ടാകുന്നതാണ് അഖാമ. ഖാമ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റുന്നു. അഖാമ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ ശരിയായ രൂപത്തിൽ നിലനിർത്തുന്നതിനാണ് അഖാമ എന്ന് പറയുന്നത്. അഖാമ യുഖീം. അഖാമ യുഖീമു ഇഖാമത്ത്. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ നിലനിർത്തൽ. ഇഖാമത്തുദ്ദീൻ അല്ലെങ്കിൽ ഇഖാമത്തുസ്സലാ ഒക്കെ നമസ്കാരം നിലനിർത്തുക. അതിന്റെ അംർ അഖിം എന്നാണ്. അഖിം അഖിം വജ്ഹക ലിദ്ദീൻ. അഖാമ യുഖീമു അഖിം, അതാണ് അതിന്റെ അംർ. അതിന്റെ മസ്ദർ വരുന്നത് ഇഖാമത്ത്. അപ്പോ ഇവിടെ അഖീമു എന്ന് പറയുമ്പോൾ അഖീമു കൽപ്പനയാണ്, അമ്രാണ്. അമ്രാണ്. അഖിം എന്നത് ഒരാളോട് പറയുന്നത്, ഒരുപാട് പേരോട് പറയുമ്പോൾ അഖീമു. യുഖീമൂന എന്നതിന്റെ അവസാനത്തെ നൂന് ഹദഫ് ചെയ്തുകൊണ്ട് ആണ് ആ ഫിഅൽ അംർ രൂപപ്പെടുന്നത്. അപ്പോൾ ഫിഅൽ അംർ അഖീമു എന്ന് പറയുമ്പോൾ فعل أمر مبني على حذف. فأقيموا الصلاة. അപ്പോൾ അഖീമു, നിങ്ങൾ നിലനിർത്തുക എന്നാണ് കൽപ്പനയാണ്. അഖീം എന്ന് പറയുമ്പോൾ ഒരാളോട്, നീ ഒരാൾ നിലനിർത്തുക. അഖീമു, നിങ്ങൾ നിലനിർത്തുക. അസ്വലാത്ത, എന്തിനെയാണ് നിലനിർത്തേണ്ടത്? നമസ്കാരത്തെ. അസ്വലാത്ത എന്ന് പറയുമ്പോൾ മഫ്ഊല് ബിഹി മൻസൂബാണ് അല്ലെ? മഫ്ഊല് ബിഹി മൻസൂബാകുന്നു, നസ്ബ് ചെയ്യുന്നത്. അതാണ് സ്വലാത്ത എന്നാകുന്നത്. സ്വലാത്തു, സ്വലാത്തുൻ, നമസ്കാരം. ഒരു നമസ്കാരത്തിന് സ്വലാത്തുൻ എന്ന് പറയും. അത് മാരിഫയായി പറയുമ്പോൾ അസ്വലാത്തു എന്ന് പറയും. അസ്വലാത്തു. അതിന്റെ തൻവീൻ രൂപം മാറി വെറും ഒരു ലൊമ്പിൽ അവസാനിക്കും. അസ്വലാത്തു, സ്വലാത്തുൻ, അസ്വലാത്തു. അറബി ഭാഷയിലെ ഏതൊരു ഇസ്മും അങ്ങനെയാണ്. കിതാബുൻ അൽ കിതാബു, ഖലമുൻ അൽ ഖലമു എന്ന് പറയുന്നത് പോലെ സ്വലാത്തുൻ അത് മാരിഫയാക്കി പറയുമ്പോൾ അസ്വലാത്തു. അതിവിടെ അസ്വലാത്ത എന്നാകാനുള്ള കാരണം നമസ്കാരത്തെ മഫ്ഊൽ ബിഹിയായി മാറുക. നമസ്കാരത്തെ, നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക. അപ്പോ അതുകൊണ്ടാണത് നസ്ബ്, അതായത് നസ്ബിന്റെ അടയാളമായ ഫത്ഹ് നൽകുന്നത്. നസ്ബിന്റെ അടയാളമായ ഫത്ഹ്, അതാണ് മൻസൂബ് ആക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. വഅഖീമു സ്വലാത്ത വആതു സകാത്ത.
وآتوا الزكاة آتا فعل آتا يؤتي അതിന്റെ മസ്ദറാണ് ഈതാ ഈതാ ആത അത എന്നതിൽ നിന്നുണ്ടാകുന്ന അഫ്അൽ വസ്നിലാണ് അത് വരുന്നത്. അത യഅതി അത യഅതി അതിൽ നിന്ന് ആത യുഅതി ഉണ്ടാകുന്നു. ആത യുഅതി അതിന്റെ കൽപ്പനയാണ്, ഫിഅൽ അംറാണ്. ആതി നീ നൽകുക, അത് ജംഅ രൂപത്തിൽ വരുമ്പോഴാണ് ആതു എന്ന് വരുന്നത്. ആതു നിങ്ങൾ നൽകുക, ആതി നീ നൽകുക, ആതു നിങ്ങൾ നൽകുക. وأقيموا الصلاة وآتوا الزكاة. അതും നേരത്തെ പറഞ്ഞതുപോലെ ആതു എന്ന് പറയുമ്പോൾ ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ അല്ലേ? ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ. സക്കാത്ത നിങ്ങൾ സക്കാത്തിനെ നൽകുക. അപ്പോൾ സക്കാത്ത ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മഫ്ഊൽ ബിഹി മൻസൂബ, മഫ്ഊൽ ബിഹി മൻസൂബ. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم. ഇനി നിങ്ങൾ വഅഖീമു സ്വലാത്ത വആതു സകാത്ത നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുകയും സകാത്തിനെ കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വമാ തുഖദ്ദിമു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം പറയണം. അപ്പൊ അവിടെ വരുന്ന വാവ് വമാ തുഖദ്ദിമു, എന്താ അവിടുത്തെ ആ വിഷയം എന്താണ്? വമാ തുഖദ്ദിമു ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി നന്മയായി എന്തെന്ന് മുൻകൂട്ടി ചെയ്യുന്നതെന്തും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഇത് മറ്റൊരു കാര്യം പറയാം. വഅഖീമു സ്വലാത്ത വആതു സകാത്ത എന്ന് പറയുന്നതിന്റെ കൂടെയല്ല. അപ്പോ ഈ വാവ് ഹർഫ് ഇസ്തിനാഫാണ്. വമാ ഇവിടെയുള്ള മാ എന്താണ്? വമാ ഇവിടെയുള്ള സാധാരണ മൗസൂല പല നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചേർത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ഇസ്മായിട്ടാണ് ഈ വരുന്നത്. ശ്രദ്ധിക്കുക, ഇസ്മ ഷർത്തിന്റെ ഇസ്മായി വരും. അങ്ങനെ വരുന്ന ഇസ്മ ജാസിമായി വരും. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനുശേഷം ഒരു ഫിഅൽ മുളാരിയ വരും, രണ്ട് ഫിഅൽ മുളാരിയകൾ വരും. അത് രണ്ടും ജസ്മ ചെയ്യപ്പെടും. ഷർത്തായി പറയാം, നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ അപ്രകാരം സംഭവിക്കും, ഇത് ചെയ്താൽ അതാവും. ഇങ്ങനെ പറയുന്നതിനാണ് ഈ പ്രയോഗം പ്രയോഗിക്കുക. ഇവിടെ വമാ തുഖദ്ദിമു, ഇവിടെ മാ യഥാർത്ഥത്തിൽ വരുന്നത് ഇസ്മാണ്. പക്ഷെ ഈ ഇസ്മ നമുക്ക് ശ്രദ്ധിക്കുക, അതിനുശേഷം വരുന്ന ഫിഅലിനെ ശ്രദ്ധിക്കുക. തുഖദ്ദിമു, ഖദ്ദമ യുഖദ്ദിമു, ഖദ്ദമ യുഖദ്ദിമു
തഖ്ദീം, ഈ ഖദ്ദമ യുഖദ്ദിമു അതിൽ നിന്ന് തുഖദ്ദിമു എന്ന് പറയുമ്പോൾ നീ ഇവിടെ ഖദ്ദമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്യുക, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക, സമർപ്പിക്കുക എന്നൊക്കെ പറയും. മുൻകൂട്ടി തഖദ്ദമ ഖദ്ദമ യുഖദ്ദിമു. തുഖദ്ദിമു എന്ന് പറയുമ്പോൾ നീ മുൻകൂട്ടി ചെയ്യുക, മുൻകൂട്ടി ചെയ്യുന്നു. തുഖദ്ദിമു നീ മുൻകൂട്ടി ചെയ്യുന്നു. തുഖദ്ദിമൂന നിങ്ങൾ ഒരുപാട് പേർ മുൻകൂട്ടി ചെയ്യുന്നു. ഇവിടെ തുഖദ്ദിമൂനയാണ്, ഒമാ തുഖദ്ദിമൂനയാണ് ശരിക്കും. പക്ഷെ നൂന് ഹർഫ് ചെയ്യപ്പെട്ട് പോവാണ്, കാരണം അത് ജസ്മ് ചെയ്യപ്പെടുന്നു. അതിനു മുമ്പ് വരുന്ന ഇസ്മ് ഷർത്ത്, അത് ശേഷം വരുന്ന ഫിഅൽ മുദാരിഅനെ ജസ്മ് ചെയ്യും. അപ്പോൾ വമാ തുഖദ്ദിമൂന എന്നത് തുഖദ്ദിമു എന്നായി മാറും. വമാ തുഖദ്ദിമു എന്നായി മാറും. വമാ തുഖദ്ദിമു. അവിടെ തുഖദ്ദിമൂന എന്ന നൂന് ഹദ്ഫ് ചെയ്യപ്പെടുന്നത് അത് ഫിഅൽ മുദാരി, അതിനു മുമ്പിൽ ഇതുപോലെയുള്ള മാ വന്നു കഴിഞ്ഞാൽ അത് ഷർത്തിന്റെ ഫിഅലായി മാറും. ഷർത്തിന്റെ ഫിഅലായി മാറും. അതായത് ഫിഅൽ മുദാരി ആണ്, പക്ഷെ അത് ഫിഅലു ഷർത്താണ്, അത് മജ്സൂമായിരിക്കും എന്നുള്ളതാണ്. ഫിഅലു ഷർത്ത് മജ്സൂമായിരിക്കും. പക്ഷെ അതോടൊപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വമാ തുഖദ്ദിമു നിങ്ങൾ യാതൊന്നിനെ മുൻകടക്കുന്നുവോ എന്നാണ് അതിന്റെ അർത്ഥം. മുൻകൂട്ടി ചെയ്യുന്നുവോ. വലൈക്കും സലാം. നിങ്ങൾ യാതൊന്നിനെ മുൻകൂട്ടി ചെയ്യുന്നുവോ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ മാ വരുന്നത് എന്താണ്? ഇതിലുള്ള ഈ വമാ തുഖദ്ദിമു എന്നതിലുള്ള ഫാഇൽ ആരാണ്? നിങ്ങൾ പറയാം. വമാ തുഖദ്ദിമു എന്ന് പറയുന്നതിലുള്ള ഫാഇൽ ആരാണ്? വമാ തുഖദ്ദിമു നിങ്ങൾ മുൻകൂട്ടി ചെയ്തുവോ എന്ന് പറയുന്നതിലുള്ള ഫാഇൽ തുഖദ്ദിമു. ഹും എന്നുള്ളത് എങ്ങനെയാവുക? ഹും എന്ന് പറഞ്ഞാൽ അവരല്ലേ, അൻതും, നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതില് ഫാഇലായി വരുന്നത്. അപ്പൊ അവിടെ വരുന്ന മഫ്ഊൽ ബിഹി എന്തായാണ്? നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടി യാതൊന്നിനെ മുൻകൂട്ടി ചെയ്തുവോ അല്ലെങ്കിൽ ചെയ്യുന്നുവോ? എന്തായിരിക്കും അവിടുത്തെ മഫ്ഊൽ ബിഹി? അതെ, മാ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്ന ഇസ്മു ഷർത്ത്, അതാണ്. ഇസ്മു ഷർത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം പരിഗണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വമാ തുഖദ്ദിമു എന്ന് പറയുമ്പോൾ മാ എന്ന് പറയുന്ന ഇസ്മു ഷർത്ത് ജാസിമാണ്. അത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അത് മബ്നിയാണ് അല സുക്കൂൻ. പക്ഷെ അത് നസ്ബിന്റെ സ്ഥാനത്താണ്, കാരണം അത് മഫ്ഊൽ ബിഹിയായി വരുന്നത് കൊണ്ട്. അപ്പൊ മാനെ കുറിച്ച് പറയുമ്പോൾ അത്രയും പൂർണ്ണമായി നമുക്ക് എഴുതാൻ സാധിക്കും. ഇസ്മ ഷർത്ത് ജാസിമാണ്, പിന്നെ മബ്നി അല സുക്കൂനാണ്, ഈ മഹല്ല് നസ്ബ് ആണ്, കാരണം മഫ്ഊൽ ബിഹി. വമാ തുഖദ്ദിമു. വലൈക്കും സലാം. വമാ തുഖദ്ദിമു
പറഞ്ഞു ജാസിമായി വരുന്ന അല്ലെങ്കിൽ ഷർത്തായി വരുന്ന മാ ഇസ്മ ഷർത്ത് ആയി വരുന്നതിന് ശേഷം വരുന്ന രണ്ട് ഫിയൽ മുദാരി വരും. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എന്ന് പറയുമ്പോൾ അങ്ങനെയാവും എന്ന് പറയുമ്പോൾ രണ്ട് ഫിയലുകൾ വരുന്നുണ്ട്. അതിനുശേഷം വരും വമാ തുഖദ്ദിമു ലിഅൻഫുസിക്കും. അവിടുത്തെ ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ലാം എന്ത് ലാമാണ്? ഹർഫ് ജറാണ് അല്ലെ? നിങ്ങൾ വേണ്ടി എന്നാണ്. ലിഅൻഫുസിക്കും നിങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എന്നർത്ഥം. നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി എന്നർത്ഥം. അംഫുസിക്കും, അംഫുസ് എന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. നഫ്സ് എന്നതിന്റെ ജം ആണ് അംഫുസ്. നഫ്സുൻ ജം അംഫുസ്. അത് ലി ഇവിടെ അംഫുസുക്കും നിങ്ങളുടെ ശരീരങ്ങൾ. അംഫുസുക്കും എന്ന് പറയുമ്പം നിങ്ങളുടെ സ്വന്തങ്ങൾ. ലി അതിന് മുമ്പിൽ വരുന്നത് കൊണ്ട് ലി അംഫുസി എന്നായി മാറും. അംഫുസു എന്നത് അംഫുസി ആവാനുള്ള കാരണം അതിന് മുമ്പിൽ ഒരു ഹർഫ് ജർ വന്നിട്ടുണ്ട്. ലാമ് എന്താണ്? ഹർഫ് ജറാണ്. അതിനുശേഷം അംഫുസി എന്ന് വരാനുള്ള കാരണം അത് ഇസ്മ മജ്റൂറാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അംഫുസിക്കും നിങ്ങളുടെ, അത് അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതാണ്. കും എന്നത് എന്താണ്? വമീറാണ്. മബ്നിൻ അല സുക്കൂനാണ്. ഈ മഹല്ല് ജർ മുദാഫ് ഇലൈഹി അല്ലേ? അപ്പോ വമാ തുഖദ്ദിമൂ ലി അൻഫുസിക്കും നിങ്ങളുടെ സ്വന്തങ്ങൾക്കു വേണ്ടി യാതൊന്നിനെ നിങ്ങൾ മുൻകൂട്ടി ചെയ്തുവോ, അങ്ങനെ ചെയ്തുവോ? അപ്പൊ എന്തായി മാറും? മുൻകൂട്ടി ചെയ്തുവോ? എന്തിൽ നിന്ന് മുൻകൂട്ടി ചെയ്തുവോ? എന്തിൽ നിന്നാണ്? മിൻ ഖൈറിൻ നന്മയിൽ നിന്ന് എന്ന്. മിന്നിവിടെ ഹർഫ് ജറാണ്. മിൻ ഹർഫ് ജർ. ഖൈറിൻ, ഖൈറുൻ എന്നത് നന്മ. ഖൈറിൻ എന്നാവാനുള്ള കാരണം ഇസ്മ മജ്റൂർ. ഏതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? കും എന്നത് മുത്തസിലായി വരുന്ന വമീറാണ്. ഇവിടെ മിൻ ഖൈറിൻ എന്നത് ശ്രദ്ധിക്കുക. മിൻ ഖൈറിൻ നന്മയിൽ നിന്ന് എന്ന് നമ്മൾ അർത്ഥം പറയും. നമ്മൾ റഹ്മാനി മൗലിയുടെ തഫ്സീറിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ മിൻ ഖൈറിൻ എന്നതിന് അർത്ഥം നൽകിയത് എന്താണ്? നന്മയായി എന്നാണ്. നന്മയിൽ നിന്ന് എന്നല്ല, നന്മയായി. പ്രത്യേകം ശ്രദ്ധിക്കുക. നന്മയായി, നന്മയിൽ നിന്ന് എന്ന് നമ്മൾ ദീർഘനേരം മിന്നിനെ എടുത്തിട്ട് നമ്മൾ അർത്ഥം പറയുമ്പോൾ മിൻ ഖൈറിൻ എന്നാകും. അതായത് നന്മയിൽ നിന്ന് എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ മിൻ ഖൈറിൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ആ ജുംല മൊത്തമായി പരിഗണിക്കുമ്പോൾ വമാ തുഖദ്ദിമൂ ലി അൻഫുസിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി യാതൊന്നിനെ മുൻകൂട്ടി ചെയ്യുന്നുവോ മിൻ ഖൈരിൻ അതൊരവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഹാലായിട്ടാണ് ആ വാചകം പരിഗണിക്കപ്പെടുക. മിൻ ഖൈരിൻ എന്ന് നമ്മൾ രണ്ട് പദങ്ങളായി എടുത്ത് പറയുമ്പം അത് നന്മയിൽ നിന്ന് എന്ന് പറയാമെങ്കിലും അത് ഒരവസ്ഥയായി നിങ്ങൾ അത് പ്രവർത്തിക്കുമ്പോൾ മുൻകൂട്ടി ചെയ്യുമ്പോൾ അതൊരു നന്മയായി ാണ് അതിന് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ യാതൊന്നിനെ ആ ചെയ്യുന്നത് നന്മയായിട്ടാണ് അല്ലെ? അതാണ് ഇവിടെ അതൊരു ഹാൽ. അതായത് ഈ ജുംല ഫി മഹൽ നസ്ബ് ഹാലിൽ എന്നാണ് അതിന് പറയാം. ഹാലാണ് അത്. നസ്ബിന്റെ മഹല്ലായിട്ടാണ് വരിക എന്ന് നമ്മൾ പറയാൻ സാധിക്കും. അപ്പൊ മിൻ ഖൈരിൻ നന്മയായി എന്ന് പറയാം. മിൻ ഖൈരിൻ തജിദൂഹു ശ്രദ്ധിക്കുക. തജിദൂഹു എന്ന് പറയുമ്പോൾ വജദ യജിദു എന്നാണ്. വജദ
യജിദ്, വജദ യജിദ്. വജദ എന്ന് പറഞ്ഞാൽ കണ്ടെത്തി, വജദ കണ്ടെത്തി, യജിദു കണ്ടെത്തുന്നു, തജിദു നീ കണ്ടെത്തുന്നു, തജിദൂന നിങ്ങൾ കണ്ടെത്തുന്നു, തജിദൂന നിങ്ങൾ കണ്ടെത്തുന്നു, തജിദൂന. പക്ഷെ നേരത്തെ ഇവിടെ പറഞ്ഞ മാ തുഖദ്ദിമൂന എന്നുള്ളത് തുഖദ്ദിമു ആയി അല്ലെ, തുഖദ്ദിമു നൂനിനെ ഹദ്ഫ് ചെയ്തു, കാരണം എന്താ, ഫിയലു ഷർത്തായതുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് ജവാബ് ഷർത്താണ്. ഫിയല്, ഈ ഫിയൽ എന്താണ്, ഫിയൽ മുദാരി എന്താണ്, ജവാബ് ഷർത്താണ്, അതിനുള്ള മറുപടിയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാകും മറുപടി. അപ്പോൾ മാ തുഖദ്ദിമു അത് ഫിയലു ഷർത്താണെങ്കിൽ അതിനുശേഷം വരുന്ന ഈ തജിദൂന എന്നത് ജവാബ് ഷർത്താണ്. ഫിയൽ മുദാരി ജവാബ് ഷർത്ത്, അത് മജ്സൂമാണ്, ജസ്മു ചെയ്യപ്പെടും. ജസ്മു ചെയ്യപ്പെടൽ എങ്ങനെയാണ്, ബി ഹദ്ഫിൻ നൂനി അല്ലെ, നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട്. അപ്പൊ അത് തജിദു എന്നായി മാറും. തുഖദ്ദിമു എന്ന് പറയുന്നത് പോലെ എന്തായി മാറുന്നു, തജിദു എന്നായി മാറുന്നു. പക്ഷെ അതിലേക്ക് പിന്നെ തജിദൂഹു അതിനെ നിങ്ങൾ കണ്ടെത്തും എന്നായി. തജിദൂഹു, തജിദൂഹു എന്നത് അതിനെ നിങ്ങൾ കണ്ടെത്തുന്നു എന്നായി. അവിടെ ഹാ നിങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ ഹാ എന്താണ് അവിടെ, അൽ ഹാ ഉ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി മൻസൂബാണ്, നസ്ബിന്റെ സ്ഥാനത്താണ്. പക്ഷെ അത് എങ്ങനെയാ പറയാം, പിന്നെ ളമീർ മബ്നിയൻ على الضم في محل نصب مفعول به. ഹു എന്നത് വമ്മിൽ മബ്നിയാണ്, ഹു, പക്ഷെ അത് നസ്ബിന്റെ സ്ഥാനത്താണ് മഫ്ഊൽ. തജിദൂഹു മാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു, തജിദൂഹു ഇൻദല്ലാഹ്, തജിദൂഹു ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ, അള്ളാഹുവിന്റെ അടുക്കൽ എന്നർത്ഥം. ഏത് വാവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അത് നമ്മൾ മറ്റൊരു വിഷയമാണ്. അത് ഫിയല് മുഅത്തല്ലായ ഫിയലുകളെ കുറിച്ചുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഒരുപാട് കൂടെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വജദ യജിദു എന്ന് പറയുന്ന ഫിയലുകളെ കുറിച്ച്, ആ ഫിയൽ ഏത് ടൈപ്പ് ഫിയലാണ്, ഏത് രൂപത്തിലുള്ള ഫിയലുകളാകുന്നു, സാധാരണ നമ്മുടെ അൽബലാഗയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം. വജദ യജിദു എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഫിയലാണ്, അതെ മുഅത്തലുൽ ഫ, അത് മുഅത്തലായ ഫിയലുകളെ സംബന്ധിച്ചുള്ള പഠനത്തിൽ നമ്മൾ പഠിച്ചതാണ്. മുഅത്തലായ ഫിയലുകളിൽ 3 തരത്തിലുള്ള രൂപങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കിവിടെ പറയാനുള്ള സമയമില്ല. എന്താണ് നമ്മൾ അൽബലാക്കാരൊക്കെ മിണ്ടാതിരിക്കുന്നത് എനിക്കറിയില്ല, മറന്നുപോയിട്ടുണ്ടോ എല്ലാവരും? മിസാല് വാവി, അതെ മിസാല് വാവിയിൽപ്പെട്ടതാണത്. അപ്പോ
വമാ തുഖദ്ദിമു ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹി. ഇൻദല്ലാഹി അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ. ഇൻദ എന്ന് പറയുന്നത് എന്താണ്? ഇൻദ. ഇൻദ വർഫ് മക്കാനാണ്, മൻസൂബാണ്. ഇൻദ അരികെ. ഇൻദല്ലാഹി അല്ലാഹി എന്ന് പറയുമ്പോൾ ഇസ്മുൽ ജലാല, ഇസ്മുൽ ജലാല മുളാഫ് ഇലൈഹി, മുളാഫ് ഇലൈഹി മജ്റൂർ അല്ലേ? കസറ കൊടുത്തുകൊണ്ട്. അപ്പോ ഇൻദല്ലാഹി അല്ലാഹുവിന്റെ അടുക്കൽ. വഅഖീമു സ്വലാത്ത വആതു സകാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവൻ. നിങ്ങൾ വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. തീർച്ചയായും അല്ലാഹു. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്തിൽ ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ഇന്നെന്താണ് ഹർഫ്? ഇന്നല്ലാഹ ഹർഫ് തൗക്കീദ് വനസ്ബ്. ഹർഫ് തൗക്കീദ് വനസ്ബ്. അപ്പൊ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു. അല്ലാഹ എന്നാവാനുള്ള കാരണം ഇസ്മുൽ ജലാല അല്ലാഹ എന്നുള്ളത് ഖബർ ഇസ്മു ഇന്ന അല്ലേ? ഇസ്മു ഇന്ന മൻസൂബ്. ഇസ്മു ഇന്ന മൻസൂബ്. അപ്പൊ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ബിമാ തഅമലൂന ബസീർ. ബി ഹർഫ് ജറാണ്. ബി എന്നത് ഹർഫ് ജറാണ് അല്ലേ? മാ എന്നതോ ഇസ്മ മൗസൂലാണ് അല്ലേ? ഇസ്മ മൗസൂലാണ്. മാ മൗസൂലാണ്. അത് അതോടൊപ്പം അത് മബ്നിയാണ്, അത് സുക്കൂൻ അല്ലേ? ഇത് മാ എന്നത് ബി അതിന്റെ മുന്നിൽ വന്നത് കൊണ്ട്, ഹർഫ് ജർ അതിന് മുമ്പിൽ വന്നത് കൊണ്ട് ഫി മഹല്ല് ജർ, കാരണം ഇസ്മ മജ്റൂറായി വരുന്നത്. അപ്പൊ ബിമാ ഇന്നല്ലാഹ തീർച്ചയായും ബിമാ യാതൊന്നിനെ കുറിച്ച് തഅമലൂന അമില അമില യഅമലു അമില യഅമലു ഫഅല യഫ്അലു വസനൽ അല്ലേ? അമില യഅമലു അതിൽ നിന്ന് തഅമലൂന യഅമലു യഅമലാനി യഅമലൂന അത് തുടങ്ങിയാൽ തഅമലൂന നിങ്ങൾ. അതിന്റെ സീഗ എന്താണ്? തഅമലൂന. ഫിഅൽ മുളാരിയിൽ അതിന്റെ സീഗ എന്താണ്? തഅമലൂന എന്നതിന്റെ സീഗ എന്താണ്? ഹാദിർ
ജംഉ മുദക്കർ ഹാദിർ. അപ്പോ ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, ബസീർ, ബസീറുൻ എന്നാൽ ബസീറുൻ എന്നാണ്. അപ്പോ ഇന്നയുടെ ഖബറായിട്ടാണ് അത് വരുന്നത് അല്ലെ. ഖബർ ഇന്ന മർഫൂ, ബസീറുൻ കാണുക. അതൊരു ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു. ബസീറുൻ കാണുന്നവൻ എന്നർത്ഥം. ബസറ എന്ന ഫിഅലിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ബസീറുൻ. ബസുറ അല്ലെങ്കിൽ ബസറ. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ഈ ആയത്ത്, ഈ കഴിഞ്ഞ ആയത്ത്, ഈ രണ്ടായത്തുകൾ, ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഇബ്നു കസീറിൽ നിന്നുള്ള ഇതിൻ്റെ തഫ്സീർ നമ്മൾ വായിക്കുകയുണ്ടായി. അതിൽ അഖീമുസ് സ്വലാത്ത വആത്തിസ് സകാത്ത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. ഇത് ഈ തഫ്സീറിൽ ഇബ്നു കസീർ പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. യഹുസ്സുഹും തആല അലൽ ഇസ്തിഗാലി ബിമാ യൻഫഉഹും വതഊദു അലൈഹിം ആഖിബത്തുഹു യൗമൽ ഖിയാമ മിൻ ഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്തി ഹത്താ യുമക്കിന ലഹുമുല്ലാഹു അൻ-നസ്ർ ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. അതായത് വിശ്വാസികൾക്ക് അവർക്ക് ഉപകാരമുണ്ടാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ തഊദു അലൈഹിം ആഖിബത്തുഹു യൗമൽ ഖിയാമ, അതിന്റെ പര്യവസാനം, ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ അവസാനം എങ്ങനെയാണോ മടങ്ങുന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഇഖാമസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക, സകാത്ത് യഥാവിധി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇഹലോകത്തിൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതിനും പരലോകത്തിൽ യൗമ യഖൂമുൽ അഷ്ഹാദ്, പിന്നെ ഖിയാമത്ത് നാളിലും യഥാർത്ഥത്തിൽ അത് ലഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയാം. ഇതിന്റെ തഫ്സീറിൽ മഹാനായ അമാനി മൗലവി പറഞ്ഞ ഭാഗം കൂടി ശ്രദ്ധിക്കുക. വേദക്കാരായ അവിശ്വാസികൾ ഇസ്ലാമിന് വിരുദ്ധമായി സ്വീകരിച്ചു വരുന്ന വിഷയങ്ങളിലൊന്നും നിങ്ങൾ പങ്കുകൊള്ളരുത്. അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങളെ എങ്ങനെയെങ്കിലും സത്യവിശ്വാസത്തിൽ നിന്ന് പിഴപ്പിച്ച് അവരെപ്പോലെ അവിശ്വാസികളാക്കണമെന്നാണ് അവരിൽ പലരുടെയും മോഹം. അതിനാണ് അവർ ശ്രമിക്കുന്നതും. യഥാർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടല്ല, വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. അവരുടെ മനസ്സുകളിൽ അടിയുറച്ചു കഴിഞ്ഞിട്ടുള്ള അസൂയ കൊണ്ട് മാത്രമാണത്. അതിനാൽ അവരുടെ കെണിയിൽ അകപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ പ്രവർത്തിക്കുന്നത് അവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ, വഴിയെ അതിനുള്ള പരിഹാരം അല്ലാഹു ചെയ്യുവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വിജയവും പ്രതാപവും നൽകി അവർക്ക് പരാജയവും അപമാനവും നൽകിയും അവനത് നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. അവന് കഴിയാത്തതായി ഒന്നുമില്ല. അതുവരെ നിങ്ങൾ കാത്തിരിക്കുകയും ക്ഷമയും അവഗണനയും അവലംബിക്കുകയും ചെയ്തുകൊള്ളുക. നിങ്ങളുടെ പ്രധാന കടമകളായ നമസ്കാരവും സകാത്തും മുറക്ക് കൊണ്ടിരിക്കുക. എന്നുവേണ്ട നന്മയും പുണ്യവുമായിട്ടുള്ളതെന്തും ചെയ്ത് സമ്പാദിക്കുവാനും നോക്കുക. മരണത്തിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം ലഭിക്കാതെ ഒന്നും പാഴായി പോകുന്നതേയല്ല. അവന്റെ അറിവിലും കണക്കിലും ഉൾപ്പെടാതെ ഒന്നും വിട്ടുപോകുന്നതുമല്ല. എന്നിങ്ങനെയുള്ള പല ഉപദേശ നിർദ്ദേശങ്ങളും അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുകയാണ്. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് വലിയ ഒരു പാഠം, യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിലും പ്രസക്തമാകുന്ന ഒരു പാഠമാണ് ഇതിലുള്ളത്. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അതുപോലെ തന്നെ നമ്മെ ആദർശപരമായി നശിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളുമൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അഹ്ലു കിതാബാവട്ടെ അല്ലാത്തവരാവട്ടെ, പല ഭാഗങ്ങളിൽ നിന്നും അതിൻ്റെതായ
പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ സന്ദർഭത്തിൽ അവരെ എതിർക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. അവർക്കുള്ള കാര്യങ്ങൾ അള്ളാഹു അതിന്റെ വഴിക്ക് അത് നടപ്പാക്കും. ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകൾ, ആദർശത്തെ പരിഹസിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ യഥാർത്ഥ ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കുള്ള ഓഹരി യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരുക്കി വെക്കും. അവർക്ക് നിങ്ങൾ മാപ്പ് നൽകുകയും അതോടൊപ്പം അവരെ അവഗണിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയാൻ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതുപോലെ തന്നെ അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. അതിൽപ്പെട്ടതാണ് നമസ്കാരവും സകാത്തും അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി നന്മയായി എന്തെന്ന് മുൻകൂട്ടി ചെയ്യുന്നതെന്തും അതൊക്കെ തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അത് കണ്ടെത്തുക തന്നെ. അപ്പൊ അത് വർദ്ധിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് പിറകെ പോയി സമയം കളയാതെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിങ്ങൾ നിറവേറ്റുക. അതിൽ നിങ്ങൾ നമസ്കാരം പോലെയുള്ള, സകാത്ത് പോലെയുള്ള, മറ്റു പുണ്യകർമ്മങ്ങൾ പോലെയുള്ള വ്യക്തിപരമായും കൂട്ടായും നിർവഹിക്കേണ്ടുന്ന ധാരാളം പുണ്യകർമ്മങ്ങൾ നിങ്ങൾ അത് വർദ്ധിപ്പിക്കുക. ഇതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുന്നത്, ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതെന്തും കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതെന്തും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മറ്റുള്ളവർക്ക് നീക്കിക്കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാവുകയും സ്വയം ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. കാരണം ഇതെല്ലാം രേഖപ്പെടുത്തുന്നവൻ ഒരുവനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ രേഖപ്പെടുത്തുന്നവന്റെ രേഖയിലേക്ക് നമ്മുടെ അമലുകൾ ധാരാളം വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുകയും അതോടൊപ്പം അവഗണിച്ചു വിടേണ്ടുന്ന കാര്യങ്ങളെ അവഗണിച്ചു വിടുകയും ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്ന, വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്ന, വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന, ഹൃദിസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അവിശ്വാസികളിൽ നിന്നും അധർമ്മകാരികളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളും പ്രയാസങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും സ്വന്തമായി ദീനീ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ഒറ്റക്കും കൂട്ടായും ദീനീ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.